40 50 വരെയൊക്കെ വാങ്ങാൻ പറ്റും. ഹായ് ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ കോഡിംഗ് എന്നുള്ളൊരു സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെ ക്യാഷ് ആയിട്ട് മാറ്റാം, അതായത് ക്യാഷ് ഉണ്ടാക്കാം. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, നമ്മൾ കുറേ കോഡിങ്ങിനെ കുറിച്ച് കണ്ടൊക്കെ സംസാരിക്കാറുണ്ട്. കോഡിങ് പിന്നെ അതേപോലെ ടെക്കിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ കോഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ഐ മീൻ സ്കില്ലുണ്ട്, സ്കില്ല് മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അത് നമുക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മാറ്റണം. അപ്പോൾ നമുക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പിന്നെ ഈ ടോപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ കണക്ട് ചെയ്തുകൊണ്ടേക്കും പറയുന്നുണ്ടാവും ഞാൻ എങ്ങനെ ചെയ്തു. ഞാൻ എനിക്ക് പറയാനുള്ളത് അതാണല്ലോ, ഞാൻ എന്തൊക്കെ ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലേൺ ദെൻ ബിൽഡ് എന്നുള്ളൊരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, കോഡിങ് തന്നെ ബേസിക്സ് മുതൽ കവർ ചെയ്തിരുന്നൊരു ഇതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താ പറയുക, പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് എല്ലാം കവർ ചെയ്ത് തരുന്നുണ്ട്. നമ്മളെ കൂടെ ഇരുന്നാണ് കോഡ് ചെയ്യാൻ പറ്റും. പുതിയതായിട്ട് കോഡിംഗ് ഒക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. പിന്നെ സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അവർക്ക് നമ്മുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാം. പഠിക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ലൈവായിട്ടാണ്, റെക്കോർഡായിട്ടൊക്കെയാണ് ഗൂഗിൾ മീറ്റ് ഒക്കെ ഇരുന്നാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും. ഓക്കെ. അത് ജസ്റ്റ് സൂചിപ്പിച്ചു എന്നുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, കോഡിംഗ് പഠിക്കുന്നുണ്ട്, എന്ത് സ്കില്ലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഫിനാൻഷ്യലി അതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് വേണം. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻലി ഫണ്ടും ഒക്കെ ക്യാഷും ഒക്കെ അതിന് കൂടെ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നേ, നമുക്കൊരു മനസ്സുണ്ട് എന്നുള്ളതും ഈ മനസ്സിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പൈസനെ കുറിച്ചൊക്കെ സംസാരിക്കുക. അപ്പോൾ എന്താ പറയുക, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ലൈഫിൽ കണക്ട് ചെയ്തതെന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം കോഡിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ചെറിയതിലേക്കായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്ന് പിന്നെ അങ്ങനെ ഞാൻ വെബ്സൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട് HTML CSS JavaScript ഒക്കെ പോലെ ഫ്രണ്ട് എൻഡ് ഒക്കെ പഠിച്ചു വന്നു. പിന്നെ ബാക്ക് എൻഡ് ഒക്കെ ചെറുതായിട്ട് ചെയ്തു വന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു വന്നപ്പോൾ എന്താ വെച്ചാൽ ഗിറ്റബിലേക്ക് ഇടാൻ വേണ്ടി കണ്ട് പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ ആയി. ഗിറ്റബ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, പ്രോജക്റ്റ് ഒക്കെ ചെയ്യൽ തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊക്കെ എന്താ പറയുക, വെബ്സൈറ്റ് ഒക്കെ സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഒക്കെ ചെയ്ത് കണ്ട് ഗിറ്റബിലൊക്കെ ഇട്ട് തുടങ്ങി. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് നമ്മൾ പിന്നെ റിസർച്ച് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഞാനും നിങ്ങളുടെ പോലെ തന്നെ സെർച്ച് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ നേരെ ആദ്യം യൂട്യൂബിൽ പോയിട്ട് എങ്ങനെ ഉണ്ടാക്കാം, അപ്പോഴാണ് ഫ്രീലാൻസിങ് ചെയ്യാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലോട്ടൊക്കെ എത്തി. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് മുതലുള്ള ഒരു കാര്യം പറയാം, ഫ്രീലാൻസിങ് ആണ്. അതായത് ഫ്രീലാൻസിങ് നിങ്ങൾ ഒത്തിരി പേര് ചെയ്യുന്നുണ്ടാവും എന്ന് അറിയാം, ചിലപ്പോൾ ചെയ്യാത്തവരുണ്ടാവും. സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. അതായത് മറ്റാൾക്ക് എങ്ങനെയൊക്കെ ഒരു വെബ്സൈറ്റിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ പോയിട്ട് ഹലോ, നമ്മൾക്കും വെബ്സൈറ്റ് ഒക്കെ ചെയ്യാൻ അറിയും, ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ചെയ്തുതരാം. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ വേണ്ടി വരും, നമ്മൾ മുന്നേ ചെയ്ത പ്രോജക്റ്റ് ഒക്കെ വേണ്ടി വരും. ബട്ട് ഇനീഷ്യലി നിങ്ങൾക്ക് എന്താ പറയുക, ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഫ്രീലാൻസിങ് ചിലപ്പോൾ ഞാനും ഫേസ് ചെയ്തുള്ള ഫസ്റ്റിൻ്റെ ഒരു പ്രശ്നമായിരുന്നു വെച്ചാൽ ഇനീഷ്യലി നമുക്ക് കാണിക്കാൻ പ്രോജക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ പിന്നെ അതേപോലെ ഭയങ്കര കോമ്പറ്റീഷൻ, ഇങ്ങനെ ഈ ഫീൽഡിലൊക്കെ ഒത്തിരി ഒത്തിരി പേര് ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഏകദേശം അതിൽ ഞാനും എൻ്റെ ഒരു ഞാൻ ആദ്യം ഒറ്റയ്ക്കായിരുന്നു ചെയ്ത്, പിന്നെ ഞാനൊരു ടീമൊക്കെ ബിൽഡ് ചെയ്തു. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട് സർക്കിളിലുള്ളവരൊക്കെ കൂട്ടിക്കാണ്ട് എന്ത് ചെയ്തു, ഞാൻ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യും, ടീം ലീഡ് എന്നുള്ള ഇതിലേക്കായിട്ട് നിൽക്കും. എന്നിട്ട് ഞാൻ വർക്ക് എടുക്കും, എന്നിട്ട് അവർക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കും. അപ്പം അങ്ങനെ ഒരു ടീമിലോട്ടൊക്കെ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഫ്രീലാൻസിങ് ചെയ്ത സമയത്ത്. ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്താ പറയുക, ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ആദ്യം ഒറ്റയ്ക്കായിരുന്നു ഇരുന്ന് ചെയ്തത്. അപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് കണ്ട് രാത്രിക്ക് ഇരുന്ന് കോഡ് ചെയ്ത് കണ്ട് കംപ്ലീറ്റ് ചെയ്ത് കണ്ട് അവർക്ക് അയച്ചു കൊടുക്കും. ഗിറ്റിൻ്റെ എന്താ പറയുക, ഗോഡാഡിനൊക്കെ ഡൊമൈനൊക്കെ പർച്ചേസ് ചെയ്ത് കണ്ട് എന്ത് ചെയ്യും, വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഒക്കെ ഇട്ട് അയച്ചു കൊടുക്കും ക്ലയൻസിന്. ഒരു മീറ്റിംഗ് ഇരുന്ന് കണ്ട് പരിപാടി ചെയ്യും. ബട്ട് പിന്നെ നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടെ വലിയ വലിയ പ്രോജക്റ്റ് ഒക്കെ എടുക്കുക വന്നപ്പോൾ എന്ത് ചെയ്തു, ഒരു ടീമിനൊക്കെ ബിൽഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വേറൊരു ആളെ ആഡ് ചെയ്തു, ഒരു ഗ്രാഫിക് ഡിസൈനറിനെ തന്നെ ഹയർ ചെയ്തു. അങ്ങനെ പിന്നെ അതേപോലെ ഒരു ഫ്രീലാൻസർ ഡെവലപ്പറിനായി അങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ട് മെല്ലെ 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 ഗ്രോത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഫ്രീലാൻസിങ്ങിലൂടെ ഉണ്ടാക്കാൻ പറ്റും. ഒരു പ്രോജക്റ്റിന് ഏകദേശം ഒരു 20,000 30,000 ഒക്കെ വാങ്ങാൻ പറ്റും നിങ്ങൾക്ക്, ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റിന് തന്നെ. പിന്നെ വലിയ പ്രോജക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലയൻസിനനുസരിച്ച് എന്താ പറയുക, ഇപ്പോൾ കമ്പനീസിനായിരിക്കും നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കായിരിക്കും. അപ്പോൾ അവരുടെ കാര്യങ്ങൾക്കായിട്ട് എന്തൊക്കെ റിക്വയർമെൻറ്റ്സിനാണ് മനസ്സിലാക്കിയാണ് നിങ്ങൾക്ക് ഇതാകാൻ പറ്റും. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. ഫ്രീലാൻസിങ് ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടായിരിക്കും. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, സാധാരണ അങ്ങനെ ആൾക്കാർ ചെയ്യാത്തൊരു സംഭവമാണ്, ബട്ട് ഇത് ഭയങ്കര ഇതാണ്, നിങ്ങൾക്ക് ഒത്തിരി ഒരു റവന്യൂ ഒന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും.
അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വെബ്സൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തെന്ന് വിചാരിക്കാം. ഈവൻ സ്റ്റാറ്റിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ബാക്കൻഡ് ഒക്കെ കണക്ട് ചെയ്താൽ ചുമ്മാ ഒരു സംഭവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, പബ്ലിക്കായിട്ട് ഹോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സൻസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഗൂഗിൾ ആഡ്സൻസ് വഴിയൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിലൂടെ ആഡ്സ് റൺ ആവും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്താ പറയുക, റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. ഗൂഗിൾ ആഡ്സ് ത്രൂ വരുമാനം ഉണ്ടാക്കുന്നവർ ഒത്തിരി പേരുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗൂഗിൾ അഫിലിയേറ്റ് എന്ന സംഭവമൊക്കെ ഉണ്ട്. അതായത് ഗൂഗിൾ അഫിലിയേറ്റ് അല്ല, നമുക്ക് അഫിലിയേറ്റ് വഴി നമ്മുടെ വെബ്സൈറ്റിലൂടെ തന്നെ ഇതൊക്കെ ആക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ അതായിരുന്നു ഒന്ന്, നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ് എന്ത് ചെയ്യുക, ഹോസ്റ്റ് ചെയ്തിട്ട് അതിലൂടെ പിന്നെ അത്യാവശ്യം എന്താ പറയുക ഒരു യൂസേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ആഡ്സൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ അതിലൂടെ ആഡ്സ് വഴി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവമായിരുന്നു. അതായത് നമ്മളിപ്പോൾ കോളേജസിൽ പിന്നെ അതേപോലെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ എന്താ പറയുക ഇങ്ങനെ, അതായത് ഞാൻ നെറ്റ്വർക്ക് ഇവൻറ്റ്സിനൊക്കെ പോയിരുന്നു, പല പ്രോഗ്രാമിങ്ങിനൊക്കെ പോകും, പ്രോഗ്രാംസിനൊക്കെ പോകും. എന്നിട്ട് അവിടെ കണ്ട ആൾക്കാരൊക്കെ പോയി പരിചയപ്പെടും. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ, അങ്ങനെയൊക്കെ ചോദിക്കും. അവരടുക്ക പോയി പരിചയപ്പെടുമ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ നമ്മളെ നമ്മളെ മനസ്സിലാക്കുമല്ലോ, അതായത് നമ്മളെന്താ ചെയ്യുന്നത്, നമ്മളെന്തൊക്കെ കാര്യങ്ങൾ ഒരു മനസ്സിലാക്കും. അപ്പം മനസ്സിലാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓല് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തരും. നമുക്ക് പിന്നെ കോളേജിൽ സെഷൻ എടുക്കാണ്ട് ഒരു അവസരം ഉണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ വരുമോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് എന്ത് കിട്ടിയാലും പോവാം. അപ്പം അങ്ങനെ പോവും. അപ്പം അങ്ങനെ പോകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇത്ര ഹവറിൽ ഇത്ര പേയ്മെൻറ്റ് വാങ്ങാൻ പറ്റും. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സത്യം പറയാലോ, ഞാൻ അങ്ങനെ കുറച്ച് കോളേജസിലും പിന്നെ അതേപോലെ തന്നെ സ്കൂളുകളിലൊക്കെ പോയിട്ട് സെഷനൊക്കെ എടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരാണ്. ഇപ്പോൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും നമുക്കറിയാം ഓൺലൈനൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കില്ല് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം നിങ്ങളെ ഒരു പേഴ്സണൽ ബ്രാൻഡ് എന്നുള്ള രീതിയിലായിട്ട് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾക്കായിട്ട് ഐ മീൻ ഒരു ബ്രാൻഡായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. കോളേജിലേക്ക് പോയിട്ട് സെഷൻ എടുക്കാനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ മാക്സിമം അതൊക്കെ ഉപയോഗിച്ച് ഐ മീൻ അതൊക്കെ എന്താ പറയുക മുതലാക്കുക. കാരണം നിങ്ങൾക്കും ഗ്രോ ചെയ്യാൻ പറ്റും. എന്താ പറയുക, ഇനീഷ്യലി നിങ്ങൾ ജസ്റ്റ് ചുമ്മാ കോഡ് ചെയ്ത് വരുന്നുണ്ടാവുള്ളൂ. ബട്ട് നിങ്ങൾ കുറച്ച് പേരുടെ മുന്നിൽ അതൊക്കെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള സ്കിൽ ഉണ്ടായിട്ട് വരും. അതൊക്കെ വലിയ കാര്യമാണ്. അതൊക്കെയാണ് ഹൈ ഇൻകം സ്കില്ലിൽ നമ്മൾ ആദ്യം പറയുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെയാണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ടീച്ചിങ് ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് കോഡ് ചെയ്യാനൊക്കെ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ പഠിപ്പിച്ചു കൊടുക്കുക, അതും നല്ലൊരു കാര്യമാണ്. അതിന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറയുന്ന സമയത്ത് ഇപ്പോൾ പിന്നെ തന്നെ ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് ഒറ്റ പഠിച്ചു വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. നമുക്കൊരു എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. ഏകദേശം ഒരു 10 ദിവസമാണ് നമ്മൾ അതിൽ വരുന്നത്. അതിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് ഐ മീൻ ഇതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് മെസ്സേജ് ചെയ്യുക, അല്ല കണക്ട് ചെയ്യുക. നേരെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസിൽ നിന്ന് എന്താ പറയുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫ്രീലാൻസിംഗ് ഒക്കെ ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീലാൻസിങ്ങിലൂടെ നിങ്ങൾക്ക് ഏകദേശം ഒരു 40-50 വരെയൊക്കെ വാങ്ങാൻ പറ്റും. അത് നിങ്ങളുടെ ഡിപ്പെൻസ് ക്ലയൻസ്, നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് പൊട്ടൻഷ്യൽ ക്ലയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പേ ചെയ്യാനൊക്കെ കഴിവുള്ള ഐ മീൻ ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർ അത്യാവശ്യം നന്നായിട്ട് പേ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ടീച്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അത്യാവശ്യം ആളുകളുടെ മുന്നിലൊക്കെ പോയിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഭയങ്കര കഴിവാണെന്ന്. അപ്പം അങ്ങനെയുള്ള ഇതിന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഒറ്റ ക്ലാസ്സിന് തന്നെ ഏകദേശം 2000-3000 ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതൊക്കെ എന്താ പറയുക നിങ്ങളുടെ കഴിവിനനുസരിച്ചിരിക്കും. പിന്നെ അതേപോലെ ഗൂഗിൾ ആഡ്സ് ത്രൂ നിങ്ങളുടെ വെബ്സൈറ്റിലൂടെ എന്താ പറയുക ആഡ്സ് ഒക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിനും നമ്മുടെ യൂട്യൂബിലുള്ള പോലെയാണ്. യൂട്യൂബിൽ ഇപ്പോൾ ആഡ്സ് കാണുമല്ലോ നമ്മൾ യൂട്യൂബിലൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ കുറേ പരസ്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടാവും. ഇപ്പോൾ യൂട്യൂബിലാവുമ്പോൾ മറ്റേ ഗൂഗിളിലാവും ഇതെന്ന് വെച്ചാൽ വെബ്സൈറ്റ് ആകുമ്പോൾ അതിൽ പരസ്യം കാണിക്കും. ബട്ട് അത് ഇത്ര സമയം കാണാൻ അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് കറക്റ്റ് അറിയില്ല. ബട്ട് നമുക്ക് അതിനും ഒരു റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കണ്ടെത്തിയതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കുക, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതേപോലെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പൈസയെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പൈസയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളോട്ട് എത്തും. അപ്പോൾ അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, സി യു, ടാറ്റ.